പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ബിജെപിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് സമ്മേളനത്തിൽ മോദിക്കും കൂട്ടർക്കും കരുതി വച്ചിരിക്കുന്ന കനത്ത പ്രഹരമാണെന്ന സൂചനകൾ രാഹുലിന്റെ വാക്കുകളിലുണ്ട്. സ്വസ്ഥമായി ഇരിക്കാമെന്ന ചിന്തയിൽ പാർലമെന്റിലേക്ക് വരേണ്ടെന്നും തിരിച്ചോടിക്കുമെന്നും പറയാതെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളെയും പരീക്ഷാ തട്ടിപ്പുകളെയും രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡെറാഡൂണിൽ നടന്ന ഛാത്രോം കി ഗൂഞ്ച് അഥവാ വിദ്യാർത്ഥികളുടെ ശബ്ദം പരിപാടിയിലാണ് ആഞ്ഞടിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച ഇപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ അറിയപ്പെടുന്നത് പേപ്പർ ചോർച്ച ഒരു സാധാരണ സംഭവമായി മാറിയ അവസ്ഥയിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 7.5 കോടിയിലധികം വിദ്യാർത്ഥികളെ ഇത് ബാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 152 പേപ്പർ ചോർച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരൊറ്റ കുറ്റവാളിക്ക് പോലും ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നത് വലിയൊരു വീഴ്ചയാണെന്ന് രാഹുൽ പറയുന്നു. നിലവിലെ പരീക്ഷാ സമ്പ്രദായം 19ാം നൂറ്റാണ്ടിലേതാണെന്നും ഇത് 21ാം നൂറ്റാണ്ടിലേക്ക് പരിഷ്കരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ കേന്ദ്രീകൃതമായ ഇന്നത്തെ രീതി മാറ്റി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സുരക്ഷിതമായ സംവിധാനം കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം വേണ്ടെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയുടെയും ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന നിർണായക നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ സ്വാധീനം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പരീക്ഷാ തട്ടിപ്പുകൾക്കിരയായ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും അടിയന്തരമായി പുനഃപരീക്ഷകൾ നടത്തണമെന്നും അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാർലമെന്റിൽ മോദിയെ അനങ്ങാൻ വിടാതെ തടഞ്ഞുകൊണ്ട് തന്നെ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നത്. തിങ്കളാഴ്ചയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നത്. സമ്മേളന കാലയളവിൽ ചോദ്യപേപ്പർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കാതെ പിന്മാറില്ല എന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. ഇക്കഴിഞ്ഞയാഴ്ച UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നിട്ടുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. സോഷ്യോളജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് 2.25 ലക്ഷം രൂപയ്ക്ക് വിറ്റതായും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട്. ജൂൺ 30 നടന്ന സോഷ്യോളജി പരീക്ഷയിലെ ചോദ്യങ്ങളിൽ വ്യാപകമായ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും ഉണ്ടായിരുന്നതായി ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുലിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് 100 പേജുള്ള ഒരു PDF പ്രചരിച്ചിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ PDF ഇന്ത്യയുടെ പക്കൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നാണ്. ഇതിലെ ഏകദേശം 90 ചോദ്യങ്ങൾ യഥാർത്ഥ സോഷ്യോളജി ചോദ്യപേപ്പറുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. ഇതേ ചോദ്യപേപ്പർ ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ 2.25 ലക്ഷം രൂപയ്ക്കാണ് വിറ്റഴിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. നീറ്റിലും നെറ്റിലും തുടർച്ചയായി അഴിമതികൾ നടന്നിട്ടും മോദി സർക്കാർ കണ്ണടച്ചിട്ടാക്കുകയാണെന്നും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് ഈ സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമമായ ദൈനിക് ഭാസ്കർ പുറത്തുവിട്ട റിപ്പോർട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. ശേഖരിച്ച തെളിവുകൾ പാർലമെന്റിൽ മോദിയുടെ മേശയിലേക്ക് വലിച്ചെറിയുമെന്നും ഒന്നിനൊന്നായി മറുപടി പറയണമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം.